ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മെസ്സേജിനുള്ള റിപ്ലൈ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ വെയിറ്റ് ലോസിൻ്റെ വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ എനിക്ക് വന്നൊരു കമൻറ്റാണ്, നമ്മൾ ഡീടോക്സ് ഡ്രിങ്ക് കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ ഡീടോക്സ് ഡ്രിങ്ക് എന്നുള്ളൊരു സംവിധാനം ഇല്ല, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് തന്നെ ഡീടോക്സിഫിക്കേഷനുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്, അതായത് ലിവർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ആ കമൻറ്റിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഡ്രിങ്കും ഹെൽപ്പ് ചെയ്യില്ല. പക്ഷേ എൻ്റെ ഡീടോക്സ് ഡ്രിങ്ക് വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ഉള്ള 2 ഓർഗൻസ് ആണ് ലിവറും കിഡ്നിയും. അതിൽ പ്രൈമറി ഓർഗൻ ലിവർ എന്നാണ് പറയാം. അപ്പോൾ ലിവറാണ് മെയിനായിട്ട് എല്ലാ ഡീടോക്സിഫിക്കേഷനും നടത്തുന്നത്. അതായത് ഇപ്പം നമ്മൾ മദ്യപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന ആള് നമ്മുടെ ലിവർ തന്നെയാണ്. ഇനി കിഡ്നിയും ഒരു രീതിയിൽ നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ യൂറിൻ എന്ന രീതിയിലാണ് ഈ ഡീടോക്സിഫിക്കേഷൻ ചെയ്ത് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്. രണ്ടും കൂടാതെ ഞാൻ പറഞ്ഞ ഈ ഡീടോക്സ് ഡ്രിങ്ക് എന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ചിയ വാട്ടറിൻ്റെ ആണ്. ചിയ ലെമൺ ഉപയോഗിച്ചിട്ടുള്ള ഡീടോക്സ് ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കമൻറ്റ് വന്നത്. പല വെയിറ്റ് ലോസ് ചെയ്യുന്നവരുടെ വീഡിയോയിലും നിങ്ങൾക്ക് ഈ ഡീടോക്സ് ഡ്രിങ്കിനെ കുറിച്ച് കാണാം. പക്ഷെ ഇതെന്താ, എങ്ങനെയാണ് ബോഡിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ടോക്സിൻസിനെയാണ് നമ്മുടെ ലിവറും കിഡ്നിയും കൂടി കൈകാര്യം ചെയ്യുന്നത്. ഇനി നമ്മുടെ ബോഡിയിലേക്ക് ഈ ടോക്സിൻസ് എത്താതെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഈ ഡീടോക്സ് ഡ്രിങ്ക്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ അമിതമായിട്ട് കഴിക്കുന്ന ഷുഗർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്, അതായത് കട്ടൻ ചായ, കട്ടൻ കാപ്പി, പാൽ കാപ്പി, പാൽ ചായ, നാരങ്ങ വെള്ളം, സ്ക്വാഷുകൾ, ഫ്രൂട്ട് ജ്യൂസസ്, അതായത് ഞാൻ നാച്ചുറൽ ജ്യൂസസിനെയല്ല പറയുന്നത്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജ്യൂസസ്, ഇതെല്ലാം എൻ്റെ ബോഡിയിലേക്ക് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഡീടോക്സ് ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഈ ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുന്നത് വഴി മറ്റുള്ള ഡ്രിങ്ക്സിനെ ഞാൻ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് എൻ്റെ സോഡ എന്ന് പറയുമ്പോൾ സോഡ കുടിക്കുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിസി ഡ്രിങ്ക്സ്, കൊക്കോകോള അങ്ങനെ പോലെയുള്ള ഫിസി ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, കൊക്കോകോള, മിറിൻഡ, ഫാൻഡ അങ്ങനെയൊക്കെ സംഭവങ്ങൾ, അതൊന്നും കുടിക്കാതെ അതിന് പകരം ഞാൻ ഈ ഡീടോക്സ് ഡ്രിങ്കാണ് കുടിക്കുന്നത്. ഇനി മൂന്നാമത്തത്, ഈ ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന ജീരക വെള്ളം പോലെയുള്ള കാര്യങ്ങളാണ്. നോർമലി നമുക്ക് വെള്ളം ചൂടാക്കിയും കുടിക്കാം. വെറും വയറ്റിൽ വെറുതെ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ രീതിയിലുള്ള ഡീടോക്സ് ഡ്രിങ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അതായത് ജീരകം, പെരിഞ്ജീരകം, ഉലുവയിട്ടിട്ടുള്ള വെള്ളം, പിന്നെ മിന്റ് ചേർത്തിട്ടുള്ള വെള്ളങ്ങൾ, അതുപോലെ ചിയ സീഡും ലെമണും ചേർത്തിട്ടുള്ള ഡ്രിങ്ക്സ്, കുക്കുംബർ ഇട്ടിട്ടുള്ള വാട്ടർ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളങ്ങളാണ് ഈ ഡീടോക്സ് ഡ്രിങ്ക്സ്. ഇത് കുടിക്കുന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഷുഗർ, സോഡ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇതുവഴി നമുക്ക് എന്താ ഗുണം ഉണ്ടാവുന്നത്? നമ്മുടെ ബ്ലോട്ടിങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ നമ്മളിത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിയ സീഡ്സ്, വിറ്റമിൻ സി, ഇതൊക്കെ നമുക്ക് എന്താ തരുന്നത്? ചിയ സീഡ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സെൽ ഡാമേജ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ സെൽസൊക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു നല്ലൊരു കാര്യമല്ലേ? പിന്നെ രണ്ടാമത്തെ ലെമൺ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വിറ്റമിൻ സി ആണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ലെമൺ. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻ സിയും അതുപോലെ മിന്റ് നമ്മുടെ ഡൈജഷൻ ഈസി ആക്കാനും ന്യൂസിയ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജിഞ്ചർ ഇതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിലുപയോഗിക്കുന്ന വാട്ടർ നമ്മൾ
വാട്ടർ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുടിക്കുമ്പോൾ നമ്മുടെ ഹൈഡ്രേഷനാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്ത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കി നമ്മുടെ ബ്ലോട്ടിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമ്മളെ എന്താ പറയുക, നമ്മുടെ ബോഡിക്കും സ്കിന്നിനും ഒക്കെ ഒരു ഡീടോക്സ് എഫക്റ്റ് തരുന്ന സംഭവമാണ് ഈ ഡ്രിങ്ക്. അതുകൊണ്ടാണ് ഞാനിതിനെ ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറഞ്ഞത്. ഇതെനിക്കറിയാം ഒരിക്കലും നമ്മുടെ ലിവർ ചെയ്യുന്നതോ കിഡ്നി ചെയ്യുന്നതോ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്കിതിനെ വെൽനസ് ഡ്രിങ്ക്സ് എന്ന് വിളിക്കാം. അത് ഒരു പേരാണ്. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ വീഡിയോ കൊണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇത് എനിക്ക് വിമർശനങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇനിയും വിമർശിക്കാം. നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും മറ്റുള്ളവർക്ക് അത് ഉപകാരമാവണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.